ഹലോ, നമുക്കിന്ന് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്രൈ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 4 വറ്റൽമുളക് ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളി. എന്നിട്ട് ഒരു 10-15 വെളുത്തുള്ളി നമ്മൾ തൊലിയോട് കൂടി വൃത്തിയാക്കിയത്. എന്നിട്ട് ഒരു 10 കുഞ്ഞുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആ കുഞ്ഞുള്ളിയും എല്ലാം വൃത്തിയാക്കി അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വലിയ ജീരകം അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. കൃഷി ഒരുപാട് അരയരുത്, ഒന്ന് ക്രഷ് ചെയ്യുക മാത്രമേ ആകാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതെടുത്ത് അതിനകത്തേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇരുന്നില്ലെങ്കിൽ അതിന് ടേസ്റ്റ് വരത്തില്ല. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞതിരിക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാനായിട്ട് 1/2 സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു നാരങ്ങയുടെ നീരും അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിനകത്ത് 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പുരട്ടിയതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് വേണം പെറുക്കിയിട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് പോവുക, ഒട്ടിയിരിക്കും. ഒന്നായാലൊന്ന് മുട്ടി ഇരുന്നാൽ അതിൻ്റെ കോട്ടിങ് വ്യത്യാസം വരും. അപ്പം ഇങ്ങനെ പെറുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.